ടേസ്റ്റി ടോട്ട്സിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പോൾ ഈദൊക്കെ വരാൻ പോവാണ്. പക്ഷേ നാട്ടിലെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റാവുന്നതാണ്. നമ്മുടെ നാടൊക്കെ വളരെ ഒരു ദയനീയ അവസ്ഥയിൽ പോവാണ്. നമുക്ക് ഗോഡിനോട് പ്രാർത്ഥിക്കാൻ പറ്റൂ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ. എന്തായാലും എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നൊരു അടിപൊളി ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ വീട്ടിലുള്ള സാധാ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഐസ്ക്രീമാണ്. പിന്നെ അതുപോലെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഈദിന് ഫുഡിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള 2 തരത്തിലുള്ള ഐസ്ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതിന് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ബനാന വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2 ബനാന വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു ഫ്ലേവർ തയ്യാറാക്കി എടുക്കാം. ഒരു ഫ്ലേവറിൻ്റെ ഐസ്ക്രീം തയ്യാറാക്കാം. അതിന് വേണ്ടി നമുക്കൊരു 2 ബനാന എടുത്ത് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച് ഐസാക്കി എടുക്കാം. പിന്നെ അധികം കൈകൊണ്ട് ടച്ച് ചെയ്യണ്ട, അപ്പോൾ ബനാനക്ക് കളർ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ബനാന എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാട്ടിലുള്ള ചെറിയ പഴം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ റോബസ്റ്റ് പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പഴം ഒന്ന് നല്ലപോലെ ഐസാക്കി എടുക്കാം. നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് വേണം ഐസാക്കി എടുക്കാൻ. നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും നല്ലപോലെ ഐസായി വരണമെങ്കിൽ. ഐസാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിപ്പോൾ നല്ലൊരു ഐസായി വന്നിട്ടുണ്ട്. നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഇത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീമാണ്. ശരിക്കും ആ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ഇതിൽ വരുന്നുണ്ട്. ബനാന ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് നല്ലപോലെ ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്, ഞാനിവിടെ ചേർക്കുന്നത് കിറ്റ്കാറ്റ് ചോക്ലേറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് പ്ലെയിൻ ആയിട്ടുള്ളത് വേണമെങ്കിൽ എടുക്കാം. ഇതിപ്പോൾ ബിസ്ക്കറ്റ് പോലത്തെ ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഇതിന് കഴിക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒഴിക്കേണ്ടത് ഒരു 1 ടേബിൾ സ്പൂൺ മിൽക്കാണ്. 1 ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിക്കാവൂ, കൂടുതലൊന്നും ഒഴിക്കാൻ പാടില്ല. പിന്നെ പഞ്ചസാര ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല, പഞ്ചസാരയൊന്നും. നല്ലപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ ഒരല്പം ചേർത്താൽ മതി, കുറേ ചേർക്കണ്ട. കാരണം ഓൾറെഡി നമ്മളിപ്പോൾ എല്ലാം മധുരമുള്ള ഐറ്റംസ് തന്നെയാണിത്. ബനാനയും ചോക്ലേറ്റും ഒക്കെ സ്വീറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു ബോക്സിലേക്ക് മാറ്റാം. സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബോക്സിലേക്ക് ഒഴിച്ചു വെക്കാം. അടുത്തതായി ഞാനൊരു 2 ബനാനയും കൂടി എടുത്തിട്ടുണ്ട്. ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയ ബനാന തന്നെയാണ്. അതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോബെറി തന്നെ ഒരു 4 സ്ട്രോബെറി, 2 ബനാനയ്ക്ക് ഒരു 4 സ്ട്രോബെറി ഇതേപോലെ തന്നെ ഐസാക്കിയിട്ട് ബനാനയുടെ കൂടെ തന്നെ ഐസാക്കിയിട്ട് അടിക്കാവുന്നതാണ്. ഒരുമിച്ചിട്ടിട്ട് സിറപ്പ് ഒഴിവാക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒഴിക്കുന്നത് നേരത്തെ ഒഴിച്ച പോലെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ മിൽക്കാണ്. അതും കൂടി ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സൈഡിലായിട്ട് മറ്റേതും കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂണ് പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇത് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മറ്റേത് സെറ്റ് ചെയ്തത് കൊണ്ടാണ് ഇതിൻ്റെ അടുത്ത് തന്നെ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ബോക്സിൽ സെറ്റ് ചെയ്യാം. നല്ലൊരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് തന്നെയാണ്, നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അവർക്ക് ശരിക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. അതിന് നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം. ശരിക്കും ആ ഒരു റിയൽ ഐസ്ക്രീമിൻ്റെ ആ ഒരു ഇത് തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഉണ്ടാക്കിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ നമ്മൾ കുറേ ടൈമൊന്നും ഫ്രീസറിലൊന്നും വെക്കണ്ട. പെട്ടെന്ന് സെറ്റായിട്ട് വരുന്നൊരു ഐസ്ക്രീമാണ്. 2 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.